എത്ര വലിയ നേട്ടത്തിൻ്റെ ഒത്ത നടുവിൽ നിൽക്കുമ്പോഴും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ വിജയിയുടെ മനസ്സിൽ ഒരു തീരാവേദനയുണ്ടാകും. തനിക്ക് സ്വന്തമായുള്ള ഏക കൂടപ്പിറപ്പ് വെറും 2 വയസ്സു മാത്രം പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞത്. വിജയിയുമായി 6 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു അനുജത്തി വിദ്യയ്ക്ക്. വിജയിയെ എപ്പോഴും ഡേയ് അണ്ണ എന്നേ അനുജത്തി വിളിക്കുമായിരുന്നുള്ളൂ. വിദ്യയുടെ വിയോഗശേഷം വിജയ് ഒരു പാട് ഉൾവലിഞ്ഞ പ്രകൃതക്കാരനായി മാറി. ഇന്നും വിജയ് വാങ്ങുന്ന ഓരോ വാഹനത്തിനും അനുജത്തി പിറന്ന ദിവസത്തിലെ അക്കങ്ങൾ ചേർന്നുള്ള നമ്പർ പ്ലേറ്റ് ആയിരിക്കും ഉണ്ടാവുക. തനിക്ക് രണ്ടാമതായി ഒരു മകൾ പിറന്നതും അനുജത്തിയുടെ ഓർമ്മയ്ക്കായി വിദ്യ എന്ന പേരിന് സമാനമായ ദിവ്യ എന്ന പേര് വെച്ചു. ദിവ്യ സാഷ എന്നാണ് വിജയിയുടെ മകളുടെ പേര്. നല്ല നിലയിൽ ബാഡ്മിൻ്റൺ കളിക്കുന്ന കുട്ടിയാണ് ദിവ്യ. ആ ചെറുപ്രായത്തിലെ നന്നായി പാടുമായിരുന്ന കൂട്ടത്തിലായിരുന്നു വിജയിയുടെ സഹോദരി. 14/2/77 ആണ് വിജയിയുടെ അനുജത്തിയുടെ ജന്മദിനം. ഇതിലെ മാസവും വർഷവും ചേർത്ത് തൻ്റെ വില കൂടിയ കാറുകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിലും വിജയ് 02/77 എന്ന നമ്പർ വച്ചു. അതെല്ലാം അദ്ദേഹത്തിന് ഭാഗ്യമായി ഭവിക്കുകയും ചെയ്തു. വിദ്യയുടെ വിയോഗം സംബന്ധിച്ച് എവിടെയും വിശദീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. മകൾ നഷ്ടമായ മാതാപിതാക്കൾ പിന്നീട് മകൻ വിജയിയെ മാത്രം വളർത്തി വലുതാക്കുന്നതിൽ ശ്രദ്ധിച്ചു. ചിലയിടങ്ങളിൽ സഹോദരൻ വിജയിയുടെ കൈകളിൽ കിടന്നാണ് അനുജത്തി മരിച്ചത് എന്ന് പരാമർശമുണ്ടെങ്കിലും ഇതിൻ്റെ ആധികാരികത തെളിയിക്കപ്പെട്ടിട്ടില്ല. ചലച്ചിത്ര നടനും സംവിധായകനുമായുള്ള ചന്ദ്രശേഖറിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലാണ് മകളുടെ വിടവാങ്ങൽ. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ. പതിവ് പോലെ ഭക്ഷണം കഴിക്കാൻ ചന്ദ്രശേഖർ വീട്ടിലെത്തി. ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്ഷണം കഴിച്ച് ഷൂട്ടിംഗ് സെറ്റിലേക്ക് ഇറങ്ങാൻ പുറപ്പെടുകയായിരുന്നു വിജയിയുടെ പിതാവ് ചന്ദ്രശേഖർ. അച്ഛൻ പോയിട്ട് വരാം എന്ന് മകളോട് പറഞ്ഞ് ഇറങ്ങാൻ തുനിഞ്ഞ അദ്ദേഹത്തിൻ്റെ കൈവിരലിൽ മുറുകെ പിടിച്ച് 2 വയസ്സുകാരി വിദ്യ അച്ഛൻ പോകരുതേ എന്നപേക്ഷിച്ചു. സാധാരണഗതിയിൽ അങ്ങനെ പറയുന്ന കൂട്ടത്തിലായിരുന്നില്ല ആ കുഞ്ഞ്. അച്ഛൻ പോയിട്ട് വേഗം വരാം എന്ന് മറുപടി കൊടുത്തിട്ടും കുഞ്ഞിന് അത് പോരായിരുന്നു. അച്ഛൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൈകളിലേക്ക് എടുത്തതും വായിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങി. ഡോക്ടർ വന്നു പരിശോധിച്ചു. അദ്ദേഹവും തന്നാൽ കഴിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. അന്നേരത്തെ ഞെട്ടലിലും വേദനയിലും കുഞ്ഞുമായി ക്ഷേത്രമുറ്റങ്ങളിലേക്ക് ചന്ദ്രശേഖർ ഓടി. ശേഷം മകളെ പിതാവ് നേരെ തൻ്റെ മടിയിലേക്ക് ഇരുത്തി. സ്വന്തം അച്ഛൻ്റെ കൈകളിൽ കിടന്ന് 2 വയസ്സുകാരി വിദ്യ അന്ത്യശ്വാസം വലിച്ചു. ബിഹൈൻഡ് വുഡ്സ് ടിവിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ചന്ദ്രശേഖറും ശോഭയും ഇതേക്കുറിച്ച് സംസാരിച്ചത്. രക്താർബുദം ബാധിച്ചാണ് മകൾ മരിച്ചത് എന്ന് പിതാവ്. സിനിമയിലും രാഷ്ട്രീയത്തിലും മകൻ വലിയ ഉയരങ്ങൾ കയ്യെത്തിപ്പിടിച്ചപ്പോഴും ചന്ദ്രശേഖർ ആഗ്രഹിച്ചത് മറ്റൊന്നാണ്. വിജയ് ഒരു ഡോക്ടറായി തൻ്റെ അനുജത്തിക്ക് ബാധിച്ച അസുഖം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചികിത്സ ഒരുക്കുന്ന ഒരു വലിയ ആശുപത്രി നടത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. വിജയ് ചെയ്യുന്ന പല ചാരിറ്റി പ്രവർത്തികൾക്ക് പുറമെ ആശുപത്രി സാധ്യമാകണം എന്നും അദ്ദേഹം ഒരഭിമുഖത്തിൽ സംസാരിച്ചു.